കഴിഞ്ഞ വർഷം മികച്ച ഹിറ്റുകൾ സമ്മാനിച്ചിരുന്നു തമിഴ് സിനിമകൾ. എന്നാൽ 2024 തുടങ്ങി 2 മാസം കഴിയുമ്പോഴും വലിയൊരു ഹിറ്റ് ചിത്രം തമിഴകത്ത് നിന്നും ഇതുവരെ വന്നില്ല. തമിഴിലെ മികച്ച ഫെസ്റ്റിവൽ സീസണായ പൊങ്കലിനിറങ്ങിയ ശിവകാർത്തികേയൻ്റെ അയലനും ധനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലറും വലിയ ഹിറ്റായില്ല. പിന്നീട് പ്രധാന അവധിവാരം വന്ന റിപ്പബ്ലിക് ദിനത്തിൽ RJ ബാലജിയുടെ സിംഗപ്പൂർ സലൂൺ, രഞ്ജിത്ത് നിർമ്മിച്ച ബ്ലൂ സ്റ്റാർ എന്നിവയാണ് എത്തിയത്. ഇതിൽ ബ്ലൂ സ്റ്റാർ പോസിറ്റീവ് ലഭിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ നമ്പറുണ്ടാക്കിയില്ല. അതേസമയം സിംഗപ്പൂർ സലൂണും വലിയ വിജയമൊന്നും നേടിയില്ല. പിന്നീട് ഫെബ്രുവരിയിലേക്ക് വന്നപ്പോൾ എത്തിയ പ്രധാന ചിത്രം രജനീകാന്ത് അഭിനയിച്ച ലാൽ സലാമായിരുന്നു. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 90 കോടിയോളം ചിലവാക്കിയ ചിത്രം മുടക്ക് മുതലിൻ്റെ 50% പോലും നേടാതെയാണ് ബോക്സ് ഓഫീസ് വിട്ടത്. പിന്നാലെ തമിഴിൽ നിന്നും സോളോ റിലീസായി എത്തിയത് സൈറൻ ആയിരുന്നു. ആന്റണി ഭാഗ്യരാജ് രചനയും സംവിധാനവും നിർവഹിച്ച സൈറനാണ് ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിൽ കളക്ഷനിൽ ഒന്നാമത് എന്ന് പറയാം. എന്നാൽ ഒരാഴ്ച കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ചിത്രത്തിന് 9.95 കോടി മാത്രമേ നേടാനായുള്ളൂ. കർണാടകത്തിൽ നിന്ന് 45 ലക്ഷവും കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും 60 ലക്ഷവുമാണ് നേടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.